നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായമഠം, തൃപ്രയാർ. നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മുടെ ഒരുപാട് സ്വാമിയുടെ ഭക്തർ നമ്മളെ വിളിക്കുന്നുണ്ട്. പല പരാതികൾ പറയുന്നുണ്ട്, പല സന്തോഷങ്ങൾ പറയുന്നുണ്ട്, പല സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഇതിലെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, എന്താണ് ഭക്തി എന്ന് അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചൊരു കാര്യം നടക്കാനുള്ളതാണോ ഭക്തി? അങ്ങനെയല്ല. പ്രത്യേകിച്ചൊരു കാര്യം നടക്കാൻ മാത്രമാണോ നമ്മൾ ജീവിക്കുന്നതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. ഒരുപാട് മേൽഗതികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഭഗവാനെ ഭക്തിയോടുകൂടി കാണരുത്. ഭക്തി എന്ന് പറഞ്ഞാൽ ജീവനാന്തകാലം മനസ്സിൽ നിലനിൽക്കേണ്ടതായിട്ടുള്ള ഒരു വികാരമാണ് ഭക്തി. അത് കൈവിടാതെ സൂക്ഷിക്കേണ്ടതാണ്. നിത്യവും ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഇന്നലെ എൻ്റെ ഒരു കാര്യം നടന്നില്ല എന്ന് വിചാരിച്ചിരുന്ന് പ്രാർത്ഥന മുടക്കുന്നത് ശരിയല്ല. ഇന്നലെ നടന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ഇപ്പോൾ പലരും നമ്മളെ വിളിച്ച് പറയും, നാളെ എൻ്റെ കുറി എടുക്കുന്ന ദിവസമാണ്, ആ കുറി എനിക്ക് കിട്ടണം. ആ കുറി നറുക്കിട്ട് കിട്ടാനായിട്ട് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതിൽ ഒരാൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം നമുക്കൊരു കർമ്മം ചെയ്യാനോ പ്രാർത്ഥന ചെയ്യാനോ പറ്റില്ല. ഭഗവാനെ അവൻ്റെ ദുഃഖങ്ങൾ മാറ്റിക്കൊടുത്തോളൂ, അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുത്തോളൂ എന്ന് പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. ചിലപ്പോൾ നാളെ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരാം. അപ്പം തന്നെ സ്വാമിയിൽ നിന്നുള്ള ഭക്തി കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഭക്തി ഉണ്ടാവരുത്. ലോട്ടറിയൊക്കെ ഒരുപാട് പേര് എടുക്കുന്നതാണ് അല്ലേ. പലർക്കും കിട്ടും, പലർക്കും കിട്ടാതിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് PSC ടെസ്റ്റുകൾ. പലരും PSC ടെസ്റ്റുകൾ പാസ്സാവാനായിട്ട് നമ്മളെ മഠത്തിലേക്ക് വിളിക്കാറുണ്ട്. ഭഗവാനെ അതെങ്ങനെയും സ്വാമിക്ക് ഒരു കർമ്മം നടത്തിയിട്ട് പാസ്സാക്കി തരണം. നടക്കാത്തൊരു കാര്യമാണ്. PSC ടെസ്റ്റുകൾക്കൊന്നും കർമ്മം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ നാട്ടിലത്തെ PSC ടെസ്റ്റുകളും അതിൻ്റെ അപ്പോയിൻമെൻറ്റുകളും നോക്കുകയാണെങ്കിൽ ഒരുപാട് ദുരൂഹതകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാളൊരു സഹോദരൻ നമ്മളെ വിളിച്ച് പറയേണ്ടായി, മകൻ PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 26 വയസ്സായി അവനെപ്പോഴും PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന് ജോലി കിട്ടി വരുമ്പോഴേക്കും ഈ കാർന്നിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല. അവൻ ജോലി കിട്ടുമ്പോഴേ ഇങ്ങേര് മാനത്തിരുന്ന് കാണേണ്ടി വരും മകന് ജോലി കിട്ടുന്നത്. അപ്പോൾ അത്രയും വൈകും. അതുകൊണ്ട് PSC ടെസ്റ്റുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷ വെച്ചിരുന്ന് അത് കിട്ടാണ്ടാവുമ്പോൾ സ്വാമിയുടെ ഭക്തി കുറയാൻ. നമ്മൾ ഒരു കർമ്മപദത്തിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു കർമ്മപദത്തിലേക്ക് ശ്രമം നടത്തുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. ഞാനൊരു ഉദാഹരണമായിട്ട് PSCയുടെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പം അതൊരു പ്രധാന ഘടകമൊന്നുമല്ല. ഭക്തിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ഭക്തി കുറയുക, അങ്ങനെയൊന്നും വേണ്ട. സാധ്യതകളെ പറ്റി ചിന്തിച്ചിട്ട് വേണം ഏത് കാര്യത്തിനും പ്രാർത്ഥന നടത്താനായിട്ട്. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മരണം വരെ നമ്മളിൽ നിലനിൽക്കേണ്ട ഒരു വികാരമാണ്. അതെപ്പോഴും പ്രാർത്ഥനയിലൂടെയും സ്വാമിയുടെ നാമജപങ്ങളിലൂടെയും സ്വാമിക്ക് കൊടുക്കുന്ന സമർപ്പണത്തിലൂടെയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോവുക. അതൊരു പ്രപഞ്ച ശക്തിയാണ്. ആ ശക്തിയുടെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുകയാണ് ഓരോ മനുഷ്യരും. അത് എപ്പോൾ തരണം എന്നുള്ളത് അങ്ങേരാണ് ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് നിത്യപ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രവൃത്തി മേഖലയെ ശക്തിപ്പെടുത്താനായിട്ട് പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ എപ്പോഴും കർമ്മനിരതനായിരുന്നു കൊണ്ട് PSC ടെസ്റ്റുകൾ എഴുതാൻ ശ്രമിക്കുക. ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് PSC എഴുതാൻ തീരുമാനിക്കുക. നമുക്ക് ടെസ്റ്റുകളിൽ വിജയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിരാശ എന്ന് പറയുന്നൊരു കാര്യം കൂടുതൽ വന്ന് ഭവിക്കാറുണ്ട്. ഇവിടെ 36-37 വയസ്സായിട്ടും PSC കിട്ടാതെ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും വിളിക്കാത്ത സന്താനങ്ങൾ ഇവിടെ സ്വാമിയെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊക്കെ ജോലി ചെയ്യാതെയാണ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളുകൾ അവരുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സഹോദരങ്ങളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ജോലിയിൽ ഇരുന്നു കൊണ്ട് PSCയുടെ കാര്യങ്ങൾക്ക് ശ്രമം നടത്താം. നമുക്കതിനുള്ള ഭഗവാനോട് സമർപ്പണം ചെയ്യാം, പ്രാർത്ഥിക്കാം. നിങ്ങളെ ലിസ്റ്റിൽ വരാനായിട്ടും നിങ്ങളെ വിളിക്കാനായിട്ടും പ്രാർത്ഥിക്കാം. ഭക്തിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് എടുത്തു പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് ഈശ്വരവിശ്വാസവും ഭക്തി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു കാര്യം നടക്കാൻ മാത്രമായിട്ടാവരുത്. ആജീവനാന്തകാലം നമ്മളുടെ മനസ്സമാധാനത്തിനും നമ്മളുടെ നിത്യപ്രവൃത്തിയിൽ റിസൾട്ട് കിട്ടാനൊക്കെ ആയിട്ട് വേണം ഭക്തി കൊണ്ടു നടക്കാനായിട്ട്. ഭക്തി നമ്മളങ്ങനെ പെട്ടെന്ന് മാറ്റി വെക്കേണ്ട ഒരു വസ്തുതയല്ല. 10 ദിവസം ഭക്തിയോടുകൂടിയിരുന്നു, 15 ദിവസം ഭക്തി ഇല്ലാതിരുന്നു, അങ്ങനെയല്ല. ഭക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച ശക്തിയോടുള്ള നമ്മളുടെ ആദരവാണ്. അത് ഭക്തിയോടുകൂടി തന്നെ എല്ലാവരും മുന്നോട്ട് പോകണം. ഭക്തി എപ്പോഴും നിലനിൽക്കേണ്ട ഒരു വസ്തുതയാണ്, അല്ലാതെ ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. എല്ലാ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.